പെന്തക്കോസ്റ്റൽ സഭകൾ ഒരു ക്രിസ്തീയ സഭയല്ല എന്നാണ് സാർ വീണ്ടും പറയുന്നത് അല്ലേ? പെന്തിക്കോസ്ത് എങ്ങനെ സഭ ക്രിസ്തീയ സഭയാകുന്നത്? പെന്തിക്കോസ്തിന് അനുഭവമല്ലേ? അതെ, വേദപുസ്തകത്തിന്റെ അതല്ല അനുഭവം. അല്ലെങ്കിൽ എന്നെ ഈ കേൾക്കുന്നവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ എൻ്റെ തെറ്റായ ധാരണ ഞാൻ പിൻവലിക്കാം. പെന്തിക്കോസ്തിന് അനുഭവം പാസ്റ്ററെ. അപ്പം പെന്തിക്കോസ്ത് അനുഭവം എൻ്റെ ഒരു ചിന്തയിലും എൻ്റെ പഠനത്തിലും അപ്പോസ്തല പ്രവൃത്തി എവിടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം പെന്തിക്കോസ്ത് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ അനുഭവം. അത് ചരിത്രം ഉടനീളം പഠിച്ചാൽ ഇന്ത്യയിൽ ഞാൻ കേട്ടത് ഒരു ഈ തമിഴ്നാട്ടിൽ സുവിശേഷ പ്രവർത്തനം വന്നപ്പോൾ ഒരു 10 വീടുള്ള ഒരു സഭയിലാണ് ആദ്യം പെന്തിക്കോസ്തിൻ്റെ പ്രവർത്തനം ഇന്ത്യയിൽ വന്നെന്ന് പറഞ്ഞ് ഞാൻ ഒരു കൂട്ടർ പറഞ്ഞു. അത് കേട്ടതോടുകൂടി ആ സഭയിലുള്ളത് 5 കുടുംബക്കാർ ബ്രദറൻ വിശ്വാസത്തിലേക്ക് പോയി. 5 പേര് പെന്തിക്കോസ്തിലായി. അവരഭിഷേകം പ്രാപിച്ചു. ആ നിലയിലുള്ള ആ പ്രവർത്തനം അതൊരു അനുഭവമല്ലേ? അപ്പോൾ പെന്തക്കോസ്റ്റൽ സഭകളിൽ സഭയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന ടിപി മാത്രമേ ഉള്ളൂ എന്നാ സാർ പറഞ്ഞല്ലേ? അത് അല്ല, സഭയായിട്ട് ഉൾപ്പെടുത്താനും അതും ഒക്കത്തില്ല വാസ്തവത്തിൽ. ഇപ്പോഴേ അവർ കുറച്ച് എപ്പിസ്കോപ്പൽ ഭരണം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സഭ എന്ന് പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിൻ്റെ പിന്തുടർച്ച ഉള്ളതിനെ ഒരു അംഗീകാര സഭ എന്ന് പറയാൻ പറ്റുള്ളൂ. നിയമപരമായി ബൈബിള് വിശകലനം ചെയ്ത് പഠിച്ചാൽ മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. എന്നാൽ വേറൊരു കാര്യമുണ്ട്, പാരമ്പര്യത്തിന് പെന്തിക്കോസ് പ്രാധാന്യത കൊടുക്കുന്നില്ല. കൊടുക്കാത്തിടത്തോളം കാലം നമ്മൾ 2 പേര് ചേർന്നാലും അതൊരു സഭയാണ്. അല്ല, ഈ വേറെ കാര്യമുണ്ട്. ഇപ്പം നമുക്ക് പരസ്പരം പറയാം ഞങ്ങളൊരു സഭയാണെന്ന്. പക്ഷെ നിയമപരമായി കാനൂനികപരമായി നോക്കുവാണെങ്കിൽ ഈ പെന്തക്കോസ്റ്റൽ സഭകളൊന്നും സഭയായിട്ട് അംഗീകരിക്കാനൊക്കത്തില്ല. അതായത് കത്തോലിക്ക, യാക്കോബ, ഓർത്തഡോക്സ് സഭകളൊക്കെയാണ് സഭകളായിട്ടുള്ളത്. അപ്പം നമ്മുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നമുക്ക് പറയാം ഞാൻ പെന്തക്കോസ്ത് സഭക്കാരനാണ്, IPC സഭക്കാരനാണെന്ന് പറയാമെന്നുള്ളതല്ലാതെ നമ്മളൊരു സഭയായിട്ട് ഇതുവരെ നിയമപരമായി വന്നിട്ടില്ലെന്നാണ് സാറ് പറയുന്നത്. ഞാൻ ഇന്ത്യയുടെ നിയമം അതായത് രാജ്യങ്ങളിൽ ഓരോ നിയമമാണ്. അതെ, അതാത് രാജ്യങ്ങളിൽ ഓരോ നിയമമാണ്. ആ നിയമത്തിന് ഇപ്പോൾ തന്നെ എപ്പിസ്കോപ്പൽ സഭകളും പെന്തിക്കോസ്, ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ ഈ സഭകൾ മറ്റ് സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്ന പ്രധാന വിശ്വാസ സ്നാനമാണ്. വിശ്വാസ സ്നാനത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനിൽ വന്ന തെറ്റുകൾ, ബൈബിളിനകത്ത് തെറ്റില്ല. എൻ്റെ അറിവും പഠനവും അനുസരിച്ച് ഹീബ്രു ബൈബിള്, ഹീബ്രു ആണ് അതിൻ്റെ ഒറിജിനൽ ഭാഷ. അത് ഈ സ്നാനത്തിന് ഉള്ള വാക്ക് ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഈ തളുപ്പ് വരാൻ കാരണം, ബാപ്റ്റിസം എന്നുള്ളത് തളുപ്പ് വരാൻ കാരണം ഗ്രീക്കിൽ അതിന് തക്ക പ്രയോഗങ്ങൾ ഇല്ലാതെ വന്നു. ഇപ്പം എബ്രായ എന്നുള്ള ശരിയായിട്ടുള്ള ഹീബ്രു ഭാഷയിൽ നിന്നുള്ള ശരിയായിട്ടുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ അർത്ഥത്തിൽ അല്ല അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തളിപ്പ് വരാൻ കാരണം. അപ്പോൾ ഈ ട്രാൻസ്ലേഷനിൽ വന്ന തെറ്റ്, ഈയിടെ ചില ദൈവദാസന്മാരുമായി സംസാരിച്ചവർ പറയുന്നത് 30% ട്രാൻസ്ലേഷനിൽ തെറ്റുണ്ടെന്നാണ്. അതായത് ബൈബിൾ വിവർത്തനം ചെയ്തതിൽ 30% ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ് എന്നല്ലേ സാർ? അതെ അതെ. അപ്പോൾ ആ മിസ്റ്റേക്കുകളിലൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഈ സ്നാനം. അതുകൊണ്ടാണ് ഞാൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞത്. അത് എബ്രായയിൽ നിന്ന് ശരിക്ക് സ്നാനം എന്നുള്ള വാക്ക് മുങ്ങി കുളിക്കുക അല്ലെ മുങ്ങുക എന്നുള്ളതാണ്. പക്ഷെ അത് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ വന്നപ്പം തളിക്കുക എന്നുള്ളതായി മാറി ആയി. അപ്പോൾ അതാണ് അതിൻ്റെ ആ ട്രാൻസ്ലേഷനുള്ള വ്യത്യാസം. ഓക്കെ സാറേ, ഈ പിന്നെ AG സഭയിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നൊരു വാർത്ത കേട്ടു. അതിനെക്കുറിച്ചൊരു വിവരണം. അത് ഈ റസൽ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട് ഈ ക്രൈസ്തവ ചിന്തയുടെ. ഇപ്പം ദേവദാസൻ വന്നതുപോലെ പുള്ളിയും എൻ്റെ ഒരു സ്നേഹിതനും കൂടെ വന്ന് എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ. റസല് ഞാൻ പറയാനും സമ്മതിക്കത്തില്ല. പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് പുള്ളി ഇട്ടിരിക്കുന്ന
ഒരു AG സഭയിലോട്ട് മടങ്ങി വരുന്നോ എന്ന് പുള്ളി എന്നോട് ചോദിച്ചു. അതിന് മറുപടി പോലും പറയാൻ പുള്ളി സമ്മതിച്ചിട്ടില്ല. അല്ല, അതെന്താ മറുപടി പറയാൻ സമ്മതിക്കാത്തത്? അതായത് അതിനെക്കുറിച്ച് പുള്ളിയുടെ ചാനലിനൊരു സെൻസേഷണൽ ന്യൂസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ചാനലിന്റെ വളർച്ചയ്ക്കോ അല്ലെ പത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞു. അല്ല, പിന്നെ ബാക്കി ചെയ്യാവുന്നുള്ളൂ. യൂട്യൂബുകാരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ സാറ് പറയുന്നത് റസൽ എന്ന് പറയുന്ന ക്രൈസ്തവ ചിന്തയുടെ ആള് വന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച്, പക്ഷെ ഇദ്ദേഹം പറയാൻ സമ്മതിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ? അല്ല, പുള്ളി ധൃതി വെച്ച് പെട്ടെന്ന് സമയം പോയി, കേൾവിക്കാര് ആരും കേൾക്കത്തില്ല, സമയം പോയി. അല്ല, അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കും, നമ്മളൊരു ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യുന്നത്. അതെ അതെ. കാരണം ഇത് കേൾക്കുന്ന ആൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഞാൻ സാറ് പറയുന്ന മുഴുവൻ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ പിടിയിട്ടോ? അപ്പൊ റസൽ എന്ന് പറയുന്ന വ്യക്തി മുഴുവൻ കേൾക്കാതെ എടുത്തു ചാടി ഒരു വാർത്ത അങ്ങ് വിട്ടു, ബാബു ജോർജ് പാസ്റ്റർ AG സഭയിലേക്ക് തിരിച്ചു വരുന്നു. അത് കേരളത്തിലുള്ള പെന്തക്കോസുകാരുടെ ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമായി തീർന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ അത് ചെയ്തത് തെറ്റായിപ്പോയി. എൻ്റെ ഒരു അഭിപ്രായം, സാർ അഭിപ്രായം പറയണ്ട. അദ്ദേഹം വളരെ തെറ്റായിപ്പോയി. അദ്ദേഹം സ്നേഹിതനല്ലയോ? അതെ, പക്ഷെ ഒരു പത്രപ്രവർത്തനം ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. പക്ഷെ അത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. സാർ അതൊന്ന് ക്ലിയർ ആക്കി, എന്താണ് സംഭവം? അതായത് ഈ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്. ചോദിച്ച കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാനായിട്ട് എനിക്ക് അതിനകത്ത് അവസരം ലഭിച്ചില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏത് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്കറിയാം. AGയിലേക്ക് വന്നപ്പോഴത്തേക്കിന് ഞാൻ ബൈബിൾ കോളേജിൽ വന്നു. അവിടുത്തെ അവിടുത്തെ ഗ്രൂപ്പിസവും ഭിന്നിപ്പുമാണ് എന്നെ ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. ഇനിയും പിന്നെ ഞാൻ അതിലേക്ക് പോവില്ല. പോകണമെങ്കിൽ എനിക്ക് വല്ല തലയ്ക്ക് സുഖമില്ലാതെ വരണം. അതല്ലെങ്കിൽ എന്നോട് ദൈവം പറയണം നീ അങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ ഞാൻ ശിരസ ഈ പറഞ്ഞതെല്ലാം ഞാൻ പിൻവലിച്ചേച്ച്. അല്ല, സാറ് പറയുന്നത് ദൈവത്തിന്റെ ഒരു നിയോഗത്താലാണല്ലോ ഒരു ബിഷപ്പായെന്നല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. അപ്പൊ പിന്നെ വീണ്ടും എങ്ങനെ തിരിച്ചു പോകുന്നു? അല്ല, വീണ്ടും ഈ ദൈവത്തിന് എപ്പോഴും വേണമെങ്കിലും ഇടപെടാമല്ലോ. അപ്പൊ സാറിന്റെ ഈ കോൺഗ്രിഗേഷനിൽ എത്ര ബിഷപ്പ്മാരുണ്ട്, അതുപോലെ എത്ര സഭകൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? അതായത് എൻ്റെ ഈ ഇന്ത്യ മുഴുവൻ, വേൾഡിലോ? ഞാൻ ബിഷപ്പ് കോൺസിക്രേഷൻ സ്വീകരിച്ചത് ശിരസായ യേശുക്രിസ്തു, സഭയാകുന്ന ആ ശരീരം. എൻ്റെ വലത് കൈ കത്തോലിക്കനെങ്കിൽ ഇടത് കൈ പ്രൊട്ടസ്റ്റന്റ്. എൻ്റെ ഒരു കാല് പെന്തിക്കോസെങ്കിൽ അടുത്ത ഒരു കാല് ഇവാഞ്ചലിക്കൻ. ഇതൊന്നാ. ഇതിൽ പെന്തിക്കോസ്ത് അനുഭവമുള്ളവർ ധാരാളം പേരുണ്ട്. പെന്തിക്കോസ്ത് അനുഭവം എന്ന് പറഞ്ഞാൽ സാറേ അന്യഭാഷ പറയുന്നതല്ല. പെന്തിക്കോസ്ത് അനുഭവം, പെന്തിക്കോസ്ത് അനുഭവം ഉള്ളവൻ അന്യഭാഷ പറയാതിരിക്കത്തില്ല. എന്നാൽ പെന്തിക്കോസ്ത് അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ, അതാ പെന്തിക്കോസ്ത് അനുഭവം. എൻ്റെ അനുഭവത്തിൽ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുക, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ അമാനുഷികമായ കാര്യങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിൽ ഇസ്രായേൽ മരുഭൂമിയിൽ നടന്നപ്പോൾ അവർക്ക് മന്ന ലഭിച്ചു, അവരുടെ വസ്ത്രം വളർന്നു. ഇന്നും എനിക്ക് അവിശ്വസനീയമല്ല സാറിൻ്റെ ഉടുപ്പ് വളർത്താൻ കഴിയുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെറ്റീരിയലായിട്ടും അത്ഭുതങ്ങൾ ചെയ്യാൻ ഈ ദൈവത്തിന് കഴിയും. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. സാറിൻ്റെ ഈ ഇതിൽ എത്ര ബിഷപ്പ്മാരുണ്ട്? എൻ്റെ ഒരു അറിവ് ഒരു 150-ൽ അധികം ആളുകളുണ്ട്. അതായത് ഞാൻ സഫി എന്ന് പറഞ്ഞ ചർച്ച് ഓഫ് എപ്പിസ്കോപ്പൽ ഫെലോഷിപ്പ് ഇന്റർനാഷണൽ, ചർച്ച് എപ്പിസ്കോപ്പൽ ഫെലോഷിപ്പ് ഇന്റർനാഷണൽ, ഇത് തനി പെന്തിക്കോസ്തുകാരാൽ നടത്തപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ബിഷപ്പ് കോൺസിക്രേഷൻ എന്ന് പറഞ്ഞത് ഒരു പദവിയാണ്, അല്ലാതെ ഒരു ഇടയ ശുശ്രൂഷ, ഒരു പദവിയാണ്. ഒരു അധ്യക്ഷൻ
അതായത് പുതിയ നിയമത്തിൽ പഠിച്ചാൽ അധ്യക്ഷൻ എന്നുള്ള സ്ഥാനത്തെല്ലാം ബിഷപ്പെന്ന, സൂപ്രണ്ട് എന്ന് പറഞ്ഞാലും ഓവർസിയർ എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥം തന്നെ. ഈ സെക്കുലർ വാക്ക് വേണ്ട, ബിബ്ലിക്കൽ വാക്ക് ഉപയോഗിക്കുക. എടാ സൂപ്രണ്ട് എന്നുള്ള വാക്ക് നീ അത് ഒരു ദൈവദാസന് പറ്റിയതല്ല, ആണോ? സൂപ്രണ്ട് എന്നുള്ള വാക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടിനും ഉണ്ട്. ഓവർസിയർ എന്നുള്ള വാക്ക് കങ്കാണിക്ക്, എന്തോ റബ്ബർ തോട്ടത്തിലെ കങ്കാണി. അല്ല, ഓവർസിയർ എന്നുള്ളത് ഈ ഇലക്ട്രിസിറ്റി ബോർഡിലുണ്ട്. ഓവർസിയർ PW ഡിപ്പാർട്ട്മെന്റിലുണ്ട്. എടാ ഒന്നാം തരം ബിബ്ലിക്കൽ വേർഡ് കിടക്കുമ്പോൾ നീ ഓവർസിയറായും നീ സൂപ്രണ്ടായും ജനത്തെ കബളിപ്പിക്കരുത്. സാറ് ഇപ്പൊ ഇത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ 10 വർഷമായിട്ട് ഞാനിത് ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ചോദിച്ചപ്പോൾ ഞാനത് മിണ്ടണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്ന. ഇപ്പം വീട്ടിൽ വന്ന് ഈ ദേവദാസന്മാരിത് ചെയ്തപ്പോൾ അതിന്റെ അർത്ഥം ഇത് പറയാൻ സമയമായി. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓഫീസിലെ ഓവർസിയറോ ആശുപത്രിയിലെ സൂപ്രണ്ടും അല്ലെങ്കിൽ ഓഫീസിലെ സൂപ്രണ്ടും എന്നുള്ള വാക്ക് തന്നെ ബിബ്ലിക്കലായിട്ട് ഇന്റർനാഷണൽ റോങ്, തെറ്റായ പഠിപ്പീര്. അത് മാത്രമല്ല, ബിഷപ്പ് എന്നുള്ള വല്ല ബിബ്ലിക്കൽ വാക്ക് കിടക്കുമ്പോൾ ഇതിന്റെ ആവശ്യമില്ല. ബിഷപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ ഇവർക്ക് പേടിയാ. അതുകൊണ്ടാ എടാ വേദപുസ്തകത്തിലെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റാൻ നിനക്ക് അവകാശമില്ല. അപ്പൊ തന്നെ നീ അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ നിന്നും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന. ഞാൻ വളരെ നമ്മൾ ചൊല്ലേണ്ട ആവശ്യകത ഉണ്ടോ? അതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് പറയാമോ? എന്താ അതിന്റെ ആവശ്യകത? ഞങ്ങൾ പെന്തക്കോസുകാരെ അത് ചൊല്ലാറില്ല. ഞങ്ങൾ ബന്ധിക്കോസുകാരെന്ന് പറയരുത്. ഞാൻ ബന്ധിക്കോസുകാരനാണ്. അപ്പം നമ്മൾ തമ്മിൽ വേർതിരിയരുത്. ഞാൻ ബന്ധിക്കോസ് അനുഭവമുള്ള ആളാണ്. ഞങ്ങൾ ബന്ധിക്കോസ്തുകാരിൽ വിവരമില്ലാത്തവരൊരു സമൂഹമുണ്ട്, അവരത് ചൊല്ലുന്നില്ല. അതെ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലണമെന്നാണ് സാറ് പറയുന്നത്. ഞാൻ 100% പറയുന്നത്, 101% അത് ചൊല്ലാത്ത പ്രാർത്ഥന പൂർത്തീകരിക്കത്തില്ല. അതിന് ഞാൻ വളരെ സ്നേഹിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ആളാണ് കാനമച്ചന്. കാനമച്ചൻ മരിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനയെക്കുറിച്ച്, കാരണം പുള്ളി ഇത് ചൊല്ലി ചന്നൽ ഇങ്ങോട്ട് വന്നത്, ഇനി അത് ചൊല്ലാൻ ഒക്കത്തില്ലല്ലോ. പുള്ളി അതിന് ചോദിച്ച ഒരു കാര്യം, പുള്ളി ഇങ്ങനെ ഞാൻ കേട്ടതാ, ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ അനുസരിച്ച് അദ്ദേഹം പോയി. അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഉഭയസമ്മതം ചെയ്യുന്നു, അതുപോലെയുള്ളൂ. ഈ ഉഭയസമ്മതം ആരാ ഉണ്ടാക്കിയത്? പാസ്ക്കൊന്ന് പറയാമോ? ആരുണ്ടാക്കി? അതെനിക്കറിയില്ല. എപ്പിസ്കോപ്പൽ സഭയിലെ സാധനം എടുത്തില്ലേ ഇവിടെ മസാല ചേർത്തുണ്ടാക്കിയത്? അങ്ങനെ. പിന്നെ അപ്പോൾ ഈ കൈ പിടിച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ എപ്പിസ്കോപ്പലിന്റെ ആണ്. അവർ കൈ പിടിച്ച് ഒരു സമയം വരെ ഇവര് പള്ളി നിൽക്കുന്നവർ മൂട് തിരിഞ്ഞാകുന്നത്. പിന്നെ ഞാനാണ് ഇത് മുമ്പിൽ കൊണ്ടുവന്നപ്പം പലർക്കും നേരെ നിർത്തി ചെയ്യാനൊക്കുന്നില്ല കല്യാണം. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇവരെ മുമ്പിൽ നിർത്തി ചെയ്യുന്ന കണ്ടു. പിന്നെ ഞാൻ KC യോണിൻ്റെ കല്യാണം സംബന്ധിച്ചപ്പം ഞാൻ നിർത്തിയവരുടെ പുള്ളി നിർത്തുന്ന കണ്ടു. പിന്നെ ഞങ്ങളുടെ ഇടയിൽ PS ഫിലിപ്പും TJ ഷാമൂലും ഒക്കെ ചരിച്ച് നിർത്തി. പിന്നെ അവസാനം നേരെയാക്കി. ഇപ്പം ശരിക്കും ഇപ്പം ഞാൻ നിർത്തുന്ന പോലെ തന്നെ നിർത്താൻ. ബാബു ജോർജ് ഇത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ അംഗീകരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. അതുവരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഒരിക്കൽ പോയി ഇങ്ങനെ മുമ്പിൽ നിർത്തി തന്നെ ഒരു ഞങ്ങളുടെ ഇടയിൽ ഒരു സീനിയർ പാസ്റ്റർ, ഞാൻ പേരൊന്നും പറയുന്നില്ല, പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് ഞാൻ അവസാനം പിന്നെ അദ്ദേഹത്തെ ബഹളം തുടങ്ങി. എൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള ആളാണ്. പിന്നെ ഞാൻ തിരിഞ്ഞു നിന്ന് പറയേണ്ടി വന്നു, അപ്പച്ചാ മിണ്ടരുത്, യോഗം കഴിഞ്ഞ് വല്ലതും സംസാരിച്ചോളൂ പറഞ്ഞു. ഒരിക്കലും പറയാൻ പാടില്ലാത്തതാ. പക്ഷെ എന്ത് ചെയ്യും, ശിശുവിടെ ഇരുന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ. ഈ ചില ആളുകൾ പറയുന്നൊരു ഭാഗമുണ്ട്, ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു കുത്തഴിഞ്ഞ പുസ്തകമാണ്, ചിലർ പറയുന്ന ഒരു ചന്ത പോലെയാണ്. അപ്പോൾ എന്താണ് ഈ ഇതിൻ്റെ ഒരു കുറവശം? അതിനെ എങ്ങനെയൊന്ന് നേരെയാക്കി എടുക്കാനായിട്ട് സാധിക്കും? ഇപ്പം നമുക്ക് ബിഷപ്പ്മാർ, ഇപ്പോൾ പെന്തക്കോസ്റ്റൽ സഭകളിൽ IPC ചർച്ചക്കോടിൽ അല്ല, ചർച്ചക്കോടിലുണ്ട്, AG-ലൊന്നും ഇല്ല. അല്ല, ചർച്ചക്കോടിലുണ്ടെങ്കിലും ചർച്ചക്കോട് കാനോനികമല്ല. കാനോനികമല്ലാത്തതിൻ്റെ പേരിൽ കാനോനികമല്ലാത്തതിൻ്റെ പേര് എങ്ങനെ ഇത് ഇപ്പം റജി പാസ്റ്റർ ഞാൻ കേട്ടത് 6 വോട്ടിന് എങ്ങാണ്ട് ജയിച്ചു. മറ്റേ പുള്ളിക്ക് എന്ത് വേദന കാണും?
അല്ല, ഈ വോട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം ബൈബിളിൽ ഉള്ളതാണോ? അല്ലല്ലോ. അല്ല, വേദപുസ്തകം പഠിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ വോട്ടിടുന്നത്. അല്ല, ജനാധിപത്യമേ ദൈവികമല്ല. അല്ല, ദൈവം അല്ല. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്? അല്ല, അത് വചനം പഠിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ആധിപത്യമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ആധിപത്യത്തിൽ മുമ്പോട്ട് പോകുന്ന വരുമ്പം തന്നെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ആത്മാവിൽ ആരംഭിച്ചു, ജഡത്തിൽ അവസാനിച്ചു. ഇപ്പം എനിക്ക് ആത്മാവിൽ എൻ്റെ ശുശ്രൂഷ ആരംഭിക്കാം, അത് ജഡത്തിലും അവസാനിപ്പിക്കാം. ഇത് രണ്ടും, ജഡത്തിൻ്റെ ചിന്തയും ആത്മാവിൻ്റെ ചിന്തയും 2 രാജ്യങ്ങളായി കിടക്കുന്നു. നമ്മൾ ഏതിന് പ്രാധാന്യത കൊടുക്കുന്നു? ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് പ്രാധാന്യത കൊടുക്കുന്നതാണ് ക്രൈസ്തവ സഭ എന്നുള്ളതാണ്. അത് ബിബ്ലിക്കലായിട്ട് നിൽക്കണം. ഒന്ന് സാറ് ചോദിച്ചതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. പെന്തിക്കോസ്ത് സഭ കുത്തഴിഞ്ഞതാണോ, ഒരു ചന്ത പോലാണോ? വാസ്തവത്തിൽ പെന്തിക്കോസ്തിൽ ഈ പറഞ്ഞതല്ലെങ്കിൽ പിന്നെ ഇത്രയും സഭകളുണ്ടാവൂ? അതെ, ഈ പറഞ്ഞതല്ലെങ്കിൽ ഇത്രയും സഭയുണ്ടാവൂ? അപ്പം ഇതിനൊരു ഓർഡർ, ചന്തവും ഉചിതവുമായി സകലവും നടക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും നല്ലത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം. അഡ്മിനിസ്ട്രേഷൻ എപ്പിസ്കോപ്പലാണ്, കാനോനികമാണ് ഏറ്റവും നല്ലത്. അതെ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളത് സമ്മതിക്കേണ്ടി വരും. അപ്പം ഇന്നിപ്പോൾ പറഞ്ഞാൽ എല്ലാവരും പുതിയ പുസ്തകങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു നേതാവ് ഒരു പുസ്തകം ഉണ്ടാക്കിയാൽ മറ്റവന് അതിന് അംഗീകരിക്കത്തില്ലല്ലോ. ഇപ്പൊ പെന്തക്കോസ്ത് സഭ എല്ലാവരും കൂടെ ചേർന്നൊരു പുസ്തകം ഉണ്ടാക്കാനായിട്ടിരിക്കുക, പെന്തക്കോസ്ത് സഭയുടെ ഉപദേശങ്ങളെക്കുറിച്ച്. അല്ല, എന്തിൻ്റെ ആവശ്യം? പെന്തിക്കോസിനൊരു ഉപദേശമില്ല, വേദപുസ്തകമാണ് നമ്മുടെ ഉപദേശം. അതെ, ഈ 66 പുസ്തകം ഉള്ളപ്പം പിന്നെ നീ എന്തിനാ നിൻ്റെത് ഈ പുസ്തകമായ എൻ്റെ പ്രമാണം നീ പറ, അതെന്താ പറയാൻ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ ഒരു കാനോനികപരമായ രീതിയിലേക്ക് പെന്തക്കോസ്റ്റൽ സഭ വരാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? ആരാണ് ഇതിന്റെ തടസ്സം നിൽക്കുന്ന? ആരാണ്? പെന്തിക്കോസ്തു സഭ വരാതിനെ ഇപ്പം നമ്മുടെ പിതാക്കന്മാരിറങ്ങിയ സമയത്ത് എപ്പിസ്കോപ്പൽ സഭക്കാരാണ് ഇതിൻ്റെ കാരണക്കാർ. അവരെ അങ്ങ് മുടക്കിയപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ മകൻ്റെ കല്യാണത്തിന് എന്ത് ചെയ്യും? നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ ശവടക്കിന് എന്ത് ചെയ്യും? ഇപ്പോൾ ഇതൊന്നും വേണം, ഇതൊന്നും ഉണ്ടായേ ഒക്കത്തുള്ളൂ. ഈ ഭൂമിയിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞവർക്ക് ഇതെല്ലാം വേണം. ഇതെല്ലാം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഇത് വേണ്ടിയിട്ടല്ല, കല്യാണത്തിന് കാര്യം വേണം, ശവോടക്കിന് കാര്യം വേണം, സാമൂഹിക ചടങ്ങുകൾക്ക് വേണം. അപ്പം അതിനുവേണ്ടി ഒരു തല്ലിക്കൂട്ടായത്, അതിനുവേണ്ടി ഒരു തല്ലിക്കൂട്ട്, ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അത് ആർക്കും നിങ്ങൾക്കും ചെയ്യാം. കാനൂനികപരമായിട്ട് ഒന്നുമല്ല, ഒരു പശ്ചാത്തലമില്ല, യാതൊരു പശ്ചാത്തലം. നാളെ ഇന്ത്യ ഗവൺമെന്റ് ഒറിജിനൽ സഭകളെ മാത്രമേ നിലനിർത്തുള്ളൂ എന്നൊരു തീരുമാനം വന്നാൽ ഈ പ്രസ്ഥാനമെല്ലാം ഒന്നെങ്കിൽ ഈ ഒരു വഴി സ്വീകരിക്കേണ്ടി വരും. അല്ല, ഈ പ്രസ്ഥാനം സ്വീകരിച്ചല്ലോ. ഇപ്പം തന്നെ ഞാൻ എടുത്തിരിക്കുന്ന സഫി ചർച്ച് ഓഫ് എപ്പിസ്കോപ്പൽ ഇന്റർനാഷണൽ, അല്ല, ചർച്ച് ഓഫ് എപ്പിസ്കോപ്പൽ ഫെലോഷിപ്പ് ഇന്റർനാഷണൽ, സഫി നൈനാണ്. അതിലെല്ലാം പെന്തിക്കോസുകാരാ, ആരും മറ്റാരുമില്ല, മറ്റേ എപ്പിസ്കോപ്പൽ സഭക്കാരുമില്ല. ഇല്ല. ഇപ്പം അല്ല, എപ്പിസ്കോപ്പൽ സഭകൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലങ്ങോട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 100-165 ബിഷപ്പന്മാരുണ്ട്. ഒരു 21,000 ചർച്ചസോളം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. സാറ് പറയുന്നത്, സാറ് സ്വീകരിച്ച ബിഷപ്പ് കോൺഗ്രിഗേഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സംഘടനയുണ്ട്. അതിൽ പെന്തക്കോസ്തൽ സഭയുടെ ബിഷപ്പ്മാർ തന്നെ 165 പേരുണ്ട്. 21,000 ചർച്ചസുകൾ ഇവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാണ് ചെയ്ത്? ഈ 165 ബിഷപ്പ്മാർ ആരാണെന്നൊന്നും പലതും നമുക്കറിയില്ല. അതിനാണ് ഇവിടെ പറഞ്ഞു വരുന്ന പോയിന്റ്. പലരും ബിഷപ്പ്മാരായിട്ടിരിപ്പുണ്ട്, പക്ഷേ അവർ ഈ കുപ്പായിട്ട് രംഗത്ത് വരുന്നില്ല. വാസ്തവത്തിൽ അവർക്ക് കുപ്പായമുണ്ട്, കുരിശുണ്ട്, മറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ പേര് പറയാതിരിക്കുക, ആ കാര്യം പറയാം.
ഷാരോണിൽ ഒരു സെൻട്രൽ പാസ്റ്റർ ബിഷപ്പാണ്. ബിഷപ്പ. അപ്പോൾ അദ്ദേഹം ഷാരോണിലെ ജനറൽ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ പേര് ഞാൻ പറയത്തില്ല, സ്ഥലവും പറയത്തില്ല. അല്ല, ഓരോ സഭയിലൊന്ന് പറഞ്ഞാൽ മതി, പേര് ഇല്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഷാരോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലുള്ള ഒരാളും, അദ്ദേഹം കുറച്ച് നാൾ എൻ്റെ ഡ്രൈവറുമായിരുന്നു ഇവിടെ. അല്ല, ഞാനത് ഇത് താഴ്ത്തി പറഞ്ഞതല്ല. അല്ല, താഴ്ത്തി പറഞ്ഞല്ല, അത് കേൾക്കുമ്പോൾ ആൾക്ക് മനസ്സിലാവുള്ളൂ. ഇല്ല, ലവൻ ഡ്രൈവറായിരുന്നു ആരോടും പറയത്തില്ല, ഈ അറിയാവുന്നവർക്കേ അറിയാവൂ. ഞാൻ അവൻ്റെ പേരും സ്ഥലവും ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ ബിഷപ്പ് കോൺസിക്രേഷൻ എടുത്ത് സായിപ്പിൻ്റെ ആശുപത്രിയിൽ എന്തോ ഒരു കാര്യത്തിന് ചെന്നപ്പം ഇവൻ ഓടി വന്നു. അച്ഛാ, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. ആളവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജോലിയില്ലായിരുന്നപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്ന ഒരു സഹോദരൻ, അവന് ഡ്രൈവിംഗ് അറിയാൻ്റെ പേര്, അല്ലാതെ ഞാൻ ഡ്രൈവറായിട്ടും കണ്ടിട്ടില്ല, എൻ്റെ സഹോദരനായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി കുറച്ച് നാൾ ഓടിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നാരാന്ന് പറഞ്ഞു. നമ്മുടെ നീ അങ്ങ് മാറിയല്ലോ. അപ്പം മാറി വെച്ചപ്പോൾ അവൻ വലിയ ഉന്നതനായി. ഇപ്പം അവൻ്റെ ഒരു മോള് ഡോക്ടറായി, അങ്ങനെ വലിയ നിലയിലായി. നിങ്ങളും പറഞ്ഞാൽ നിങ്ങൾക്കും അറിയും, പക്ഷേ ഞാൻ പറയത്തില്ല. വന്നിട്ട് എവനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇതുണ്ട്, ബിഷപ്പ് പദവിയുണ്ട്, ഞാൻ അമേരിക്ക പോകുമ്പോൾ അവരുടെ ഇടയിൽ പോകുമ്പോഴേ ഈ ഡ്രസ്സ് ഇടത്തുള്ളൂ. ചേന പണി നോക്കും എന്ന് പറഞ്ഞു. അവനായിരിക്കുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പം ഇതിട്ടോണ്ടാ പോകുന്നതെന്ന് പറഞ്ഞു. അതായത് മനസ്സിലായി. ഞാൻ ആ ഷാരോൺ എന്ന ചർച്ചിലെ അവൻ്റെ പേര് പറഞ്ഞാൽ ഷാരോൺ ഉള്ള എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ധാരാളം പേരുണ്ട്. പെന്തക്കോസ്റ്റൽ സഭകളിൽ ബിഷപ്പ്മാരായി പതുങ്ങിയിരിക്കുന്ന പല ആളുകളും ഉണ്ട്. എൻ്റെ പൊന്നു സാറെ, ചർച്ച കൂടുതൽ സകല പാസ്റ്റർമാരും അല്ലെങ്കിൽ അവർ കാണിക്കട്ടെ, അവർക്ക് തൻ്റെ ഇടമില്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം അറിയാം. ഈ TPM സഭ എന്ന് പറയുന്ന ഒരു എപ്പിസ്കോപ്പൽ രജിസ്ട്രേഷൻ ആണെന്ന് എനിക്കറിയാം. അല്ല എപ്പിസ്കോപ്പൽ രജിസ്ട്രേഷൻ എന്നുള്ളതല്ല. അതിന്റെ രജിസ്ട്രേഷൻ എന്താണെന്ന് എനിക്കറിയാം. രജിസ്ട്രേഷൻ ആണ്, കമ്പനി രജിസ്ട്രേഷൻ അല്ല. അതിന്റെ ചീഫ് പാസ്റ്റർക്ക് ബിഷപ്പ് എന്നുള്ള പദവിയിലാണ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, അറിഞ്ഞൂടാ. എന്നാൽ ജെനുവിൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത്രോളം ഇവരുടെ രീതി എന്ന് പറയുന്നത്, ഇവരുടെ സെൻട്രൽ പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കല്യാണത്തിനുണ്ടായ അനുഭവം. സെൻട്രൽ പാസ്റ്റർക്ക് ഒരു കസേര സെപ്പറേറ്റ് മുമ്പിലിടും. അതിന്റെ സെക്കൻഡ് റോയിൽ അടുത്ത നിര. അപ്പോൾ ഈ കല്യാണ ഉറപ്പിന് ഞാൻ ചെന്നപ്പോൾ എനിക്ക് വേണ്ടാത്തത് കാണുമ്പോൾ അറിയാതെ ചൊറിച്ചിൽ വരും. ഇദ്ദേഹത്തിനൊരു കസേര മുമ്പ് ഇട്ട് വെച്ചു, ഞങ്ങളെ ഒരു 5-6 പേരെ പുറയിലിരുത്തിയേക്കാം. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, ആ കസേര എടുത്ത് മുമ്പിലിടാൻ പറഞ്ഞു. മറ്റവരുടെ ഒപ്പിടാൻ. അതൊരു അഹങ്കാരമായിരുന്നു. വേണ്ട, 12 എത്ര ആത്മാവാന്ന് പറഞ്ഞാലും ചെറുക്കൊക്കെ ചില കുടുംബത്തിൻ്റെ ഇടപാടുണ്ടല്ലോ, അതന്നേരത്ത് അങ്ങ് പൊങ്ങി വന്നു. എടാ, ഞാനിവിടുന്ന് പെണ്ണിൻ്റെയോ ചെറുക്കൻ്റെയോ ഭാഗത്തുനിന്ന് ചെയ്യുന്നതാണ്. അപ്പം ഞാനെന്തോ 2ാം കേടാണ്. എൻ്റെ ഒന്നി പിശാച് കൊണ്ടുവന്ന ചിന്തയായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന, ഇവര് മൂപ്പന്മാരെല്ലാം കൊണ്ട് വിട്ട് ഇവരെ സെൻട്രൽ പാസ് എത്തിയില്ല. എത്തുന്നതിന് മുമ്പ് ഒരു കസേര മുമ്പിലും ബാക്കി ഞാൻ ചോദിച്ചു, ഇതെന്താ? അതാ സെറ്റപ്പ്. എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ ചെയ്ത കാര്യം കൂടെ കേൾക്ക്. ഞാനിങ്ങനെ അതാന്ന് കണ്ടെച്ച് ഞാൻ പോരുന്നില്ല. ഞാൻ ഇടവും വലവും ഓരോ കസേരം കൂടാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇപ്പുറത്ത് ഒരു കസേര ഇട്ട് വന്നു. ഞാൻ അവിടെ ഇരുന്നു. അപ്പുറത്ത് എൻ്റെ അസോസിയേറ്റ് പാസ്റ്ററുടെ ഇരുത്തി. ഈ പാസ്റ്റർ വന്നു. അപ്പം ഇത് ജനം ചിലരെന്ത് ചെയ്യുന്നുണ്ട്, വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്തു വെച്ചാൽ ഞാൻ ഇനി അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇവരുടെ ഭരണം തനി എപ്പിസ്കോപ്പൽ, തിരുമേനി ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഇവരുടെ സെൻട്രൽ പാസ്റ്റർ ഇരിക്കുന്നത്. എന്നാൽ സെൻട്രൽ പാസ്റ്റർ എന്നുള്ള കാര്യം വേദപുസ്തകത്തിലില്ല. അത് ഈ TPM ആർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ബന്ധക്കോസുകാർക്ക് ആർക്കും അറിയില്ല. സെൻട്രൽ പാസ്റ്റർ എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ ഇല്ലല്ലോ. ബിഷപ്പ് എന്നേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇനി ഈ പെന്തക്കോസ്റ്റൽ സഭയുടെ ഒരു ഭാവി എങ്ങനെയായി തീരണം?
എന്നാണ് സാറ് ചിന്തിക്കുന്നത്? ഇപ്പോൾ പെന്തക്കോസ്റ്റൽ സഭകൾ വിശ്വാസികൾ 24 ലക്ഷം പേര് കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ മലയാളികളുണ്ടെന്നുള്ളതാണ് പൊതുവെ ഒരു അവലോകനം മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യം കൂണ് മുളയ്ക്കുന്ന പോലെ സഭകൾ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും ഇതൊരു ഉപജീവന മാർഗവുമായി മാറുകയാണ്. കാരണം ഒരു 10 കുടുംബം ഉണ്ടെങ്കിൽ സുഖമായിട്ടൊരു പാസ്റ്റർക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ അതുകൊണ്ടുള്ള കുഴപ്പം സുവിശേഷം വളരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ പീഡനങ്ങളും പ്രയാസങ്ങളും നടക്കുന്നു, പാസ്റ്റർമാർ ഉപദ്രവിക്കപ്പെടുന്നു. അപ്പം ഈ പെന്തക്കോസ്റ്റൽ സഭകളുടെ ഒരു ഭാവി ഇങ്ങനെ ആയാൽ ഇച്ചിരൂടെ പ്രയോജനപ്പെടും എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ കാർമ്മിക ശുശ്രൂഷകൾ മുഴുവനും എഴുതി വെച്ച് ചെയ്യണം. കാർമ്മിക ശുശ്രൂഷ, ആത്മീയ ശുശ്രൂഷയല്ല. എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചോണം. കാർമ്മിക ശുശ്രൂഷ എഴുതി വെച്ചതാണ് എപ്പിസ്കോപ്പൽ സഭകൾ. അത് നമുക്ക് അനുകരണീയമാണ്. കാരണം നല്ല ഭാഷ, ഇപ്പം എന്നെപ്പോലുള്ള വിക്കന്മാർ ചില വാക്കുകൾ പറയാൻ കിട്ടത്തില്ല. നല്ല വാക്ക് പറയാൻ എനിക്ക് ചിലപ്പം കിട്ടാതെ വരും. വേറെ വാക്കുകൾ ഞാൻ പറയേണ്ടി വരും. അത് നേരത്തെ എഴുതി വെച്ച് പഠിച്ചാൽ നമുക്കത് ഉപയോഗിക്കാം. നോക്കൂ, അത് ഞാൻ കാർമ്മിക ശുശ്രൂഷയെ ഞാൻ എഴുതിയിട്ടുണ്ട്. കാർമ്മിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാർമ്മിക ശുശ്രൂഷയെ അങ്ങനെ എഴുതി തയ്യാറാക്കി വരണം. അതിന് ബിഷപ്പന്മാരാണ് ആവശ്യം. സെൻട്രൽ പാസ്റ്റർമാരോ ഡിസ്ട്രിക്ട് പാസ്റ്ററോ ചീഫ് പാസ്റ്ററോ ഇതൊന്നും ബിബ്ലിക്കലല്ല എന്ന് എനിക്ക് ബോധ്യമായതിൻ്റെ വെളിച്ചത്തിലാണ് ബിഷപ്പ് എന്ന പദവി. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ മൂപ്പൻ, എൽഡർ. ഇതിനകത്ത് അതിലൊക്കെ വിശേഷതയുള്ളത് ബ്രദറിലെ ചില സുവിശേഷകന്മാർ അവർക്ക് ഇതൊന്നുമില്ലല്ലോ, സഹോദരന്മാരാണല്ലോ. എന്നാൽ അവർ പ്രസംഗിക്കുമ്പം പറയും ബ്രദറിലെ ചില ഉപദേശം സ്മുർണയിലെ ബിഷപ്പ്. സ്മുർണയിലെ ബിഷപ്പ് പോളികാർപ്പ് എന്ന് പറഞ്ഞ യോഹന്നാന്റെ ശിഷ്യനല്ലേ? സ്മുർണയിലെ ബിഷപ്പ്, അല്ലെങ്കിൽ ഇത് മറ്റേ സഭയിലെ സർദീസിലെ ബിഷപ്പ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ 1-ാം നൂറ്റാണ്ടിൽ നടന്നതുപോലെ നടക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം അവർ പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വേറൊരു കാര്യമുണ്ട്. യഹരോന്യ പൗരോഹിത്യം ഇല്ല എന്ന് പഠിപ്പിച്ച് അറിഞ്ഞോ അറിയാതെയോ പെന്തിക്കോസിൽ ബന്ധനം, പൗരോഹിത്യ ബന്ധനം, അത് ഈ പ്രവാചകന്മാരുണ്ടാക്കിയ ഒരു വാക്കാണ്. ഞാൻ ഇന്നലെ ഒരു IPC സഭയിൽ പോയി ശുശ്രൂഷിക്കുകയായിരുന്നു, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ. അപ്പം പൗരോഹിത്യം എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞപ്പം ഞാനവിടെ പഠിപ്പിച്ചു. പുതിയ നിയമസഭയ്ക്കാ പൗരോഹിത്യം. ആ പൗരോഹിത്യം അഹരോന്യ പൗരോഹിത്യമല്ല, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ക്രിസ്തുയേശുവിൽ നിന്ന് ലഭിച്ച പൗരോഹിത്യം. എപ്പിസ്കോപ്പൽ സഭകളിൽ നമ്മളുമായിട്ടുള്ള വ്യത്യാസം, ഞാൻ എന്തുകൊണ്ട് എപ്പിസ്കോപ്പൽ സഭകളിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്നും പഴയ പെന്തിക്കോസുകാരനായിട്ട് നിൽക്കുന്നത് ചോദിച്ചാൽ, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ക്രിസ്തുയേശുവിൽ നിന്ന് ലഭിച്ച ആ നിയോഗത്തിന്റെ ഒരു പുരോഹിതനാണ് ഞാൻ. അതുകൊണ്ട് പെന്തിക്കോസ്തുകാർ തെറ്റായി പഠിപ്പിച്ചു പൗരോഹിത്യം ഇല്ലെന്ന്. പൗരോഹിത്യം ഉള്ളവർ നമ്മളാണ്. പെന്തിക്കോസ്തുകാർ പഠിപ്പിച്ച പഠനം എന്ത് ചെയ്യണം? തിരുത്തണം. തിരുത്തുക മാത്രമല്ല, ഞാൻ വന്നപ്പം പൗരോഹിത്യ ബന്ധനം എന്ന് പറഞ്ഞാൽ അച്ഛൻ ചൊല്ലിയാൽ ഞാൻ വിശ്വസിച്ചത് മൊത്തം ഇയാൾ മന്ത്രവാ ചൊല്ലുന്നു. മന്ത്രം എന്താണെന്നറിയോ സാറേ? എന്തോ മന്ത്രം? അറിയില്ല. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് ചോദിച്ചാൽ എൻ്റെ അറിവ. മന്ത്രം എന്താ? മന്ത്രിക്കുക എന്നുള്ളതാണ്. തനഗണ മന്ത്രം ഒന്ന് കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. എന്തോ തനഗണ മന്ത്രം? അല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ പറയുന്ന രഹസ്യ സ്വഭാവമുള്ള എന്ന് പറയുന്ന എൻ്റെ അറിവ്. വേറെ രാജ്യത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ പറയുന്ന ഒരു കാര്യം, ഒരു വാക്ക് ഒരു 21 പ്രാവശ്യം ഒരാൾ ഉരുവിട്ടാൽ അത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന. ഞാൻ നിങ്ങളെ കള്ളൻ എന്ന് പറയും. നിങ്ങൾ നീതിമാനായ നിങ്ങളെ ഞാൻ കള്ളൻ
എന്ന് പറഞ്ഞാൽ ഞാൻ 21 വട്ടം പറഞ്ഞാൽ ഇത് നിങ്ങൾ കേൾക്കും. ഇതൊരു മന്ത്രമാണ്. ഓ, അതിപ്പോ പറഞ്ഞത് ഒരു അബദ്ധമായി പോകും. ആളുകൾ ഇനി നാളെ അത് 21 വട്ടം പറഞ്ഞ് അല്ല, അങ്ങനെയാണല്ലോ എത്രയോ പേര് വഞ്ചിക്കപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. ഇവിടെ മറിയക്കുട്ടി കൊലക്കേസ് എന്ന് പറഞ്ഞ് റാന്നിയിൽ പ്രമാദമായൊരു കൊലക്കേസ് കടന്നു. അതിനെക്കുറിച്ച് അച്ഛൻ കേട്ടിട്ടുണ്ടോ? പാസ്റ്റർ കേട്ടിട്ടുണ്ടോ? അതായത് മറിയക്കുട്ടി കൊലക്കേസ് എന്ന് പറയുന്ന അച്ഛൻ, ഒരു പാവപ്പെട്ട അച്ഛൻ, കത്തോലിക്കലെ പാവപ്പെട്ട നിഷ്കളങ്കനായ ഒരു അച്ഛനെ കേട്ടിട്ടുണ്ട്. നിഷ്കളങ്കൻ. 35 വർഷം കഴിഞ്ഞാണ് ആ സംഭവം തെളിയുന്നത്. അപ്പോൾ അച്ഛനെ എങ്ങനാ? അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. വ്യാജം പറഞ്ഞു പരത്തുന്ന മീഡിയക്കാര് എനിക്കിഷ്ടമാണ്, പക്ഷെ വ്യാജം മന്ത്രമാക്കരുത്. അപ്പം ഇത് പറഞ്ഞ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഈ പെന്തക്കോസ്റ്റൽ സഭകളുടെ ഒരു ഭാവിയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയായി തീരണം എന്നുള്ളത് ഒന്ന്. പെന്തക്കോസ്റ്റ് സഭകൾ കാനോനികമായി രജിസ്ട്രേഷൻ നടത്തണം. അത് എവിടെ രജിസ്ട്രേഷൻ ചെയ്യും? അത് ഏറ്റവും നല്ലത്, പല രജിസ്ട്രേഷനാണ് നമുക്കുള്ളത്. അതിപ്പം നന്നായി ആ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള പിടിപാടുകളുള്ള സ്ഥലത്ത്, ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു രജിസ്ട്രേഷൻ കർണാടക സ്റ്റേറ്റിൽ അംഗീകരിക്കത്തില്ല. സാറിന് മനസ്സിലായി. ഇപ്പൊ എൻ്റെ ഒരു പ്രസ്ഥാനം, അസംബ്ലി ബോർഡ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇതൊക്കെ ചെയ്തെങ്കിലും അസംബ്ലി സബ് ബോർഡുകാരനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പെന്തിക്കോസ്തുകാരനായിട്ടാണ് നിൽക്കുന്നത്. ഞാനതിന് ഒരു മാറ്റവും ഇല്ല. പെന്തിക്കോസ്ത് ഇതിലാണ് നിൽക്കുന്നത്. ഒരു മാറ്റവും ആ കാര്യത്തിനകത്തില്ല. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പം എനിക്ക് ലോകവുമായിട്ട്, പെന്തിക്കോസ്തുകാരൻ പറയുന്നത് ലോകവുമായിട്ട് ബന്ധം വേണ്ട. അപ്പം ഞാൻ ചോദിക്കുന്നതിനൊക്കെ ആധാർ കാർഡ് വേണോ? വേണോ? ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, വോട്ടർ ID കാർഡ് വേണം. ഇപ്പൊ പിന്നെ ഒരു വീട് വേണം. എടാ, ഇത് സ്വർഗത്തിലോട്ട് പോകാനിരിക്കുന്ന എനക്കെന്തിനാ ഇതെല്ലാം? ഇതൊക്കെ നമ്മുടെ ഒരു ഭൗതികമായ കെട്ടുപാടിന്. പെന്തിക്കോസിന് ഇങ്ങനൊരു ഭൗതിക കെട്ടുപാട് ആവശ്യമെങ്കിൽ ഇത് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ഇതൊരു ചന്തയായിട്ട് ഇത് കുത്തഴിഞ്ഞു പോകും. ഇപ്പൊ തന്നെ ഇത് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, പെന്തിക്കോസിലൊരു ഐക്യത ഉണ്ടാകാൻ വേണ്ടി ഞാനും കൂടെ ഇനിഷ്യേറ്റീവ് എടുത്താണ് പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻ സിനഡ് ഉണ്ടാക്കിയത്. ഞാനും കൂടെ യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ സിനഡ് സിനഡ് ഉണ്ടാക്കിയത്. അത് ദേവദാസനെ അറിയാമെന്ന് അറിയത്തില്ല. സിനഡ് എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം കൊണ്ടിട്ട് കൊടുത്തതാണ്. പെന്തിക്കോസുകാരൻ്റെ ഡിക്ഷണറി സിനഡ് എന്നൊരു വാക്കില്ല സാറേ. ഇതിനു മുമ്പ് ഒരുത്തിനും ഉച്ചരിച്ചിട്ടില്ല. ഞാനത് ഈ ലീഡേഴ്സ് കൂടി ഇരുന്നപ്പോൾ, പെന്തിക്കോസിൻ്റെ ഐക്യവേദിയെ കൂടി ഇരുന്നപ്പോൾ ഞാൻ ഇവര് പെന്തക്കോസ്റ്റൽ കൗൺസിലും പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പോ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അതെല്ലാം ഒത്തിരി ഉണ്ട്. ഇങ്ങനൊരു പേരിട്ടാരെന്താണ്? അപ്പം അതിനകത്ത് മിടുക്കന്മാരുന്നു. അവരുടനെ ഇതിലടിച്ചു നോക്കി ഇതെന്തോ അതിൻ്റെ അർത്ഥം എന്തുവാന്ന്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്തുവാന്ന് നോക്കിയപ്പം സിനഡെന്ന് പറഞ്ഞാൽ കൊള്ളാവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. ഇതെന്ത് ചെയ്തു? സൊസൈറ്റി ആയിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്തു. പിന്നെ അത് ആദ്യം ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. പിന്നീടത് ഒരു സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൽ ചില സഹോദരന്മാർ ഇതാണല്ലോ തമ്മിൽ ഇതാണല്ലോ ഈഗോ എന്നേ ഞാൻ അതിനെക്കുറിച്ച് പറയത്തുള്ളൂ. ഒരു കൂട്ടർ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. എല്ലാവരും ആരാ? വിശ്വാസികളാണ്. ഞാൻ സ്നേഹിക്കുന്ന മക്കളാണ്. അപ്പം ഞാൻ ഇവരെ എല്ലാവരും സ്നേഹിക്കുന്നു. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനി എന്താണ് സാറിൻ്റെ ഒരു ഭാവി പദ്ധതികൾ? എന്താണ് എൻ്റെ ഭാവി പദ്ധതി? യേശുക്രിസ്തുവിൻ്റെ സഭ ഇന്ത്യയിൽ, ലോകരാജ്യങ്ങളിൽ വെളിപ്പെടണം. അല്ല, അതിനെന്ത് പുതിയ നിയമം, എന്ത് പദ്ധതികളാണ് തയ്യാറാക്കുന്നത്? എൻ്റെ പദ്ധതി പ്രകാരം ഞാൻ ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കി. എല്ലാ പദ്ധതിയും ഞാൻ ഇതിൻ്റെ മുമ്പാകെ പറയുന്നത് ശരിയല്ല. എന്നാൽ എൻ്റെ ആഗോള വ്യാപകമായ യേശുക്രിസ്തുവിൻ്റെ സഭ വെളിപ്പെടാൻ വേണ്ടി ഞാൻ അതിന് മാധ്യമമായിട്ട് നമുക്ക് TV ചാനൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പവർ വിഷൻ TV ചാനൽ ഉണ്ടാക്കുന്നതിനും ഞാൻ ശ്രമിച്ചു. അല്ല, അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു പത്രം
ഞാൻ രജിസ്റ്റർ ചെയ്തു. പിന്നെ ഞാൻ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഒരുപാട് സംഘടനകൾ ഞാൻ രജിസ്റ്റർ ചെയ്തു ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി. എന്നാൽ ഇത് കൂടുന്നിടത്തെല്ലാം 3 മലയാളി കൂടിയാൽ 300 അഭിപ്രായം വരും. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. അപ്പം മലയാളിയെ കൊണ്ടൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാനിപ്പം വിദേശ രാജ്യങ്ങളുള്ള ചിലരുമായിട്ടൊക്കെ കൂടി ഇങ്ങനെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്നേഹത്തിലധിഷ്ഠിതമായ സഭ, സ്നേഹത്തിൽ, അത് കത്തോലിക്കനെ കണ്ടാലും പെന്തിക്കോസുകാരനെ കണ്ടാലും അല്ലെങ്കിൽ ദൈവമക്കളെ കണ്ടാൽ സ്നേഹിക്കുക. സ്നേഹം ആണും പെണ്ണും എന്ന് 2 വർഗ്ഗമേ ഉള്ളൂ. അപ്പം ഇവർക്ക് വേണ്ടി സിസ്റ്റമാറ്റിക്കലായിട്ട് പോകത്തക്ക ഒരു ചർച്ച ഉണ്ടാക്കുക, അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഒന്നിൻ്റെ ഒരു ഫൗണ്ടറാകാൻ എനിക്ക് ആഗ്രഹമില്ല, അവരെ സഹായിക്കുക എന്നുള്ള, ഈ നല്ലതിന് വേണ്ടി നിൽക്കുന്നവരെ സഹായിക്കുക. ഇപ്പം സാർ നല്ല കാര്യത്തിന് നിന്നാൽ ഞാൻ പുറകെ ഒന്ന് സഹായിക്കാം. അപ്പം അങ്ങനെ ഞാനിപ്പം ഒരുപിടി സംഘടനയിൽ ചെയർമാന്, പ്രസിഡന്റ്, പിന്നെ വൈസ് പ്രസിഡന്റ്, ഡയറക്ട് ബോർഡ് അംഗം, മറ്റേത് മറിച്ചത്, ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. അങ്ങനെ പവർവിഷൻ ചാനൽ ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ പ്രഥമ ചെയർമാനായിട്ട് വൈസ് ചെയർമാനായിട്ട് ഞാനായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇന്റർവ്യൂവിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം. വളരെയധികം നന്ദി സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ധാരാളമായിട്ട് സഹായിക്കും. താങ്ക് യു.